ഇന്നലെ CPM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുകേഷ് ചർച്ചയാകുമോ എന്നുള്ളതായിരുന്നു നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ കണ്ണുകൾ അങ്ങോട്ടായിരുന്നു. പക്ഷേ മുകേഷ് അവിടെ ചർച്ചയായില്ല. പക്ഷെ ചർച്ചയായത് ജയരാജൻ വിഷയമാണ്. ജയരാജൻ്റെ ഭാവി തുലാസിലാകും എന്നാണ് കേട്ടത്. ഇന്ന് അദ്ദേഹം പങ്കെടുക്കില്ല എന്നും കണ്ണൂരിലേക്ക് മടങ്ങിപ്പോകുന്നത് രഹസ്യ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് ജയരാജനും CPM തമ്മിലുള്ള പ്രശ്നം? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ജയരാജൻ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനം രാജിവെക്കും. ഇനി വേറെ ഓപ്ഷനില്ല. അതായത് MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കർശനമായ നിലപാടെടുത്തു. ജയരാജനെ പോലെ പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലത്ത് ആ ദിവസം ആ ഇലക്ഷൻ നടന്ന ദിവസം പ്രതിസന്ധിയിലാക്കിയ ജയരാജനെ ഇനി ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് കൃത്യമായ നിലപാട് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി എടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് അതിനോട് യോജിച്ചു. അപ്പോൾ ജയരാജൻ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഒരു മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. ചില മണ്ടത്തരങ്ങൾ ചില പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ജയരാജൻ ഒരു നല്ല നേതാവാണെന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ CPM കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ജയരാജൻ ഇനി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല. അതായത് ഇന്ന് നടപടി ഉണ്ടാകുമ്പോൾ ആ യോഗത്തിൽ ജയരാജൻ ഉണ്ടാകില്ല. ജയരാജൻ അവിടെ നിന്ന് പോകും. ഈ കൃത്യമായ നിലപാടെടുക്കുന്നതോടുകൂടി നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, ജയരാജൻ അല്ലെങ്കിൽ ഇനി ആര്? എന്തിനാണ് ജയരാജനെ പെട്ടെന്ന് മാറ്റുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാർട്ടി സമ്മേളനങ്ങൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ആരംഭിക്കുന്നത് ഈ സെപ്റ്റംബർ 1-ാം തീയതിയാണ്. 1-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏരിയ കമ്മിറ്റി അത് ഒരു 2 മാസം കഴിയുമ്പോൾ ആയിരിക്കും. ഡിസംബറോടുകൂടി ജില്ലാ സമ്മേളനം ആയിരിക്കും. അപ്പോൾ പാർട്ടിയെ മൊത്തം ശുദ്ധീകരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിക്ക് എന്തെങ്കിലും അപഖ്യാതി ഉണ്ടാക്കുന്നവരെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകണ്ട എന്ന കൃത്യമായ നിലപാട് മേൽത്തട്ടിൽ നിന്നെടുക്കുകയാണ്. കൃത്യമായ സൂചനയാണ് നൽകുന്നത്. അങ്ങനെ ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പകരം ഒരാളെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ പാർട്ടിക്ക് മുന്നിൽ നിൽക്കുന്ന ഉയർന്ന അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് AK ബാലനാണ്. പക്ഷേ പാലക്കാട് നിന്നുള്ള AK ബാലൻ ആ പദവി സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നല്ല സൗഹൃദമുള്ള ആളാണ് AK ബാലൻ പല കാര്യങ്ങളിലും പിണറായിയെ അന്ധമായി തന്നെ ന്യായീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ഈ പദവി എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജയരാജന് LDF കൺവീനർ പദവി നഷ്ടമാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അനിശ്ചിതത്തിൽ. ഈ വാർത്താ മാധ്യമങ്ങൾ എല്ലാവരും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും മുകേഷിൻ്റെയൊക്കെ പിന്നാലെ മുകേഷ് പോകുന്ന വാഹനത്തെയൊക്കെ ചേസ് ചെയ്ത് ലൈവ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ട് ഇന്ന് CPM-ൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ വാർത്ത മുഴുവൻ മുകേഷിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മാറി ഇതിന്റെ പിന്നാലെ പോകാനൊരു സാധ്യതയുണ്ട്. അതും കൂടി CPM കണക്കിലെടുത്ത് അതിനും അപ്പുറത്തേക്ക് വേറെ കൂടി ചിന്തിക്കണം. ഇപ്പൊ പ്രതിക്കൂട്ട് നിൽക്കുകയാണ്. CPM-ന്റെ ഒരു MLA പ്രതിക്കൂട്ട് നിൽക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഒരു ഇമേജ് തട്ടി താഴ്ന്നു നിൽക്കുകയാണ്. ഇപ്പൊ ജയരാജൻ കൂടി പുറത്താകുന്നതോടെ CPM-നുള്ളിലുള്ള CPM BJP ബാന്ധവം UDF കലാകാലങ്ങളായി ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തു വരുന്നത് CPM-ന് ഒരു വിധത്തിൽ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയില്ലേ? അങ്ങനെയുണ്ട്. കാരണം പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസ്താവനയാണ്. അതിൻ്റെ കാരണം എന്താ? പ്രകാശ് ജാവദേക്കറുമായി ജയരാജൻ കൂടിക്കാഴ്ച നടത്തി. ഈ കാര്യം ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തുറന്നു പറയുകയും ചെയ്തു. അത് പാർട്ടിയെ വളരെ പ്രതിസന്ധിയിലാക്കി. കാരണം ജയരാജൻ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായി. കാരണം ജയരാജനും മകനും കൂടെ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് അതിലേക്കൂടെ പോയ പ്രകാശ് ജാവദേക്കർ വെറുതെ വണ്ടി നിർത്തി കയറി വെറുതെ ജയരാജൻ്റെ അടുത്തൊരു ഹായ് പറയാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് ജയരാജൻ ന്യായീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉരുണ്ടുമറിയലൊക്കെ നടന്നു. അന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. CPM-ലെ പല നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടില്ല. CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇതെല്ലാം ആക്കിയതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ പറയുന്ന സർക്കാരും CPM ഒക്കെ കരുതി. പക്ഷേ വ്യാപ്തി വളരെ വലുതാണ്. അവരുദ്ദേശിക്കാത്ത മാനങ്ങളിലൂടെയൊക്കെ ഈ പ്രശ്നങ്ങൾ കടന്നു. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റിപ്പോർട്ടിന്റെ മുഴുവൻ രൂപം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതെ. അപ്പോൾ ഉദ്ദേശിക്കാത്ത തലത്തിലൂടെയൊക്കെ പോയപ്പോഴത്തേക്കും പാർട്ടി വലിയ പ്രതിസന്ധിയില്ല. ഇപ്പം മുകേഷ് എന്ന് പറയുന്ന ജനപ്രതിനിധിയെ സംരക്ഷിക്കണോ? അദ്ദേഹത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുകേഷിനെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ മറ്റൊരു വശത്തേക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇത്തരത്തിലായിരുന്നു. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ റിപ്പോർട്ടിൻ്റെ മേൽ അടയിരുന്നതിന് ശേഷമാണ് മുകേഷിന് 2ാമത് നിയമസഭയിൽ മത്സരിക്കാൻ അവസരം നൽകി, പിന്നീട് ലോക്സഭയിൽ മത്സരിക്കാൻ അവസരം നൽകി. അങ്ങനെ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷ്ടമാണെങ്കിൽ അയാളെ സംരക്ഷിക്കും, അവസരങ്ങൾ നൽകും എന്ന തെറ്റായ ഒരു സന്ദേശം അണികളിലേക്ക് പടർന്നു. ഇത് ഈ പാർട്ടി സമ്മേളനങ്ങളിലടക്കം വലിയ ചർച്ചാ വിഷയമായി മാറും എന്നതുകൊണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ മാറ്റി നിർത്താനും ഈ പുതിയ ഒരു നീക്കത്തിലൂടെ CPM-ന് സാധിക്കുമെന്ന് കരുതാം. കാരണം മേൽത്തട്ടിൽ നിന്നാണ് നടപടി. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ എന്ന് പറയുന്ന വലിയ പദവിയിൽ നിന്ന് ജയരാജനെ മാറ്റി നിർത്തിയാൽ പിന്നീട് അദ്ദേഹത്തിന് എന്ത് പദവിയാണ് കൊടുക്കുക? എന്തായാലും ജില്ലാ സെക്രട്ടറി ആക്കാൻ പറ്റില്ല. ഈ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു വലിയ പദവി കൊടുക്കാനും പറ്റില്ല. MV ഗോവിന്ദന് ജയരാജനോട് താല്പര്യവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക്
ജയരാജന്മാരെല്ലാം ഒതുക്കപ്പെട്ടു. പി ജയരാജന്റെ വഴിയിലേക്ക് പി ജയരാജനും പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ശിവനോടൊപ്പം പാവി ചേർന്നാൽ ശിവനും പാവിയാകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് ജനതാ പാർട്ടിയുടെ സഹായത്തോടു കൂടി MLA ആയ ആളാണെന്ന കാര്യം അദ്ദേഹം മറന്നുപോകരുത്. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഈ ജയരാജന്മാരെ എല്ലാം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഒതുക്കപ്പെടുകയാണ്. പക്ഷേ പി ജയരാജനോട് ഈ ഒരു വിഷയത്തിലല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് അഗാധമായ അടുപ്പമുള്ള ആളാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ള ആളാണ്. കണ്ടറിയണം. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്നവരാരും ഇതിൽ നിന്ന് പുറത്തു പോകാറില്ല മുകേഷിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് രാജിവെക്കുമെന്ന് സിനോജി അത്ര ഉറപ്പിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അല്ല, രാജിവെക്കുമെന്നാണോ എന്ന് അറിയില്ല. കാരണം CPM ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ മുകേഷിന്റെ പ്രശ്നത്തെക്കാൾ വലിയ ചർച്ചാ വിഷയമായത് EP-യുടെ പ്രശ്നമാണ്. കാരണം BJP-യുമായി ഒരു ബാന്ധവം CPM-ന് ഉണ്ടാകുന്നു. CPM-ന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കൺവീനറുമായിട്ടാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന BJP-യുടെ നേതാവ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ഇവർ തമ്മിൽ ആശയവിനിമയങ്ങളുണ്ടായി. BJP-യിലേക്ക് ജയരാജൻ വരുമെന്ന് പോലും അഭ്യൂഹം ഉണ്ടായി. അത്തരം രീതിയിലുള്ള പ്രചരണം ഉണ്ടായതോടുകൂടി പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടായതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലെങ്കിലും CPM ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. CPM-ന്റെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തേ പറ്റൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് പി ജയരാജനെ പോലൊരു സഖാവ് BJP-യിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ വെറുതെ വെച്ച് അലക്കിയതാണെന്ന് തോന്നുന്നത്. ഇതുപോലെ ചർച്ച നടത്തി ജാവ്ദേക്കർ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇപ്പം ജാവ്ദേക്കറിനെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചിടത്തോളം CPM എന്നൊരു നേതാവിനെ കൊണ്ട് എന്നാൽ അവർക്കത് പ്രയോജനമാണ്. അവരതിനുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഒരാളിപ്പം പറഞ്ഞതുപോലെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇരിക്കും, സംസാരിക്കും. അവരെന്താണ് സംസാരിച്ചതെന്ന് അവർക്കേ അറിയുള്ളൂ. പക്ഷേ ഒരുപക്ഷെ EP-യോടുള്ള MV ഗോവിന്ദനടക്കമുള്ള മാനസികമായ ഒരു അടുപ്പമില്ലായ്മ ഇപ്പോൾ CPM-ന്റെ മുഖം സംരക്ഷിക്കാൻ ഒരു വലിയൊരു നടപടി എടുക്കുന്നു എന്ന രീതിയിൽ കൊണ്ടുവന്ന് EP ഒരു ഇരയാക്കി അങ്ങ് കൊണ്ടുവന്ന് കണ്ണൂരിലേക്ക് ഒതുക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അങ്ങനെയും പറയാം. ഞാൻ പറഞ്ഞില്ല, ഈ പാർട്ടി സമ്മേളനം നടക്കുന്നതുകൊണ്ട് CPM ഇത്തരം കാര്യങ്ങൾ നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ബലിയാടാകുന്ന EP ജയരാജനാണ്. ഇപ്പം EP ജയരാജൻ അങ്ങനെ ഒരു BJP-യിൽ ചേരുന്ന ആളാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ഞാനും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഈ ജയരാജൻ ചേരാനൊരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ, ജാവ്ദേക്കർ പറഞ്ഞ കാര്യങ്ങൾ, ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതിൻ്റെ ചില വിവരങ്ങൾ പുറത്തുവിട്ടതും ഇതെല്ലാം കൂടെ കൂടി കുഴയുമ്പോൾ CPM-ന് അല്ലെങ്കിൽ CPM-ലെ അണികൾക്കും നേതാക്കൾക്കും ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുള്ള സ്ഥിതിക്ക് EP ജയരാജൻ ഇനി BJP-യിലേക്ക് പോയാലോ? കാരണം എന്താ പറയുക, EP ജയരാജന് പിന്നീട് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നില്ല, മന്ത്രിയാകുന്നില്ല, ഒരു പദവി കൊടുക്കണ്ടേ എന്നതുകൊണ്ട് ഇടതുമുന്നണിയുടെ കൺവീനർക്ക് എന്ത് അധികാരം ഉണ്ടെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു പദവി കൊടുത്തു. ശരി, EP ജയരാജന് BJP ഒരു ഓഫർ കൊടുക്കുകയാണ്, നിങ്ങളെ ഞാൻ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കാം. മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും ഒന്ന് തെന്നി വീണു. മനുഷ്യനപ്പുറത്തേക്കൊരു നല്ല കമ്മ്യൂണിസ്റ്റാണ് EP ജയരാജൻ. എനിക്ക് അങ്ങനെ അവർക്ക് ഞാൻ പറയാൻ കാര്യം അറിയോ, ഞാൻ ഈ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതിനു ശേഷം പത്മജ വേണുഗോപാൽ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അന്ന് പത്മജ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യത്തിൽ ഞാൻ തലേ ദിവസം BJP-യിൽ ഇല്ല എന്ന് പോസ്റ്റ് ഇട്ടത് ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ BJP-യിൽ പോകാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷെ എന്നെ BJP-യിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. കാരണം ഞാൻ പോയില്ലെങ്കിൽ പോലും ഞാൻ പോയി എന്ന് വ്യാജമായി പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ നിവർത്തിയില്ല. പാർട്ടി മാറാൻ തീരുമാനിക്കുന്നു. അത് എങ്ങോട്ടേക്ക് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല. ഒറ്റ മണിക്കൂറിലെടുത്ത തീരുമാനമാണ് അത് BJP-യിലേക്ക് തന്നെ ആയിക്കോട്ടെ എന്നുള്ള അവർ പറഞ്ഞതാണ് എൻ്റെ സത്യാവസ്ഥ. എന്ന് പറയുന്ന പോലെ EP ജയരാജനെ ഇപ്പൊ എല്ലാവരും കൂടി ചേർന്ന് BJP-യിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ EP ജയരാജൻ ഇതിൽ നിന്ന് രാജിവെച്ചു. ഇപ്പൊ EP ജയരാജനെ പുറത്താക്കി, CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് പുറത്താക്കി എന്ന് പറയില്ലല്ലോ. ഞാൻ സ്വമേധയെ ഒഴിയുന്നു, എനിക്ക് ഈ മുന്നണിയുടെ കൺവീനർ സ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നു, പകരം ഒരാളെ CPM കണ്ടെത്തുന്നു, അങ്ങനെയൊക്കെ പറയാനായിരിക്കും താല്പര്യപ്പെടുന്നത്. പക്ഷേ EP ജയരാജൻ അന്ന് ശ്രമിച്ചത്, അന്ന് വന്ന പുറത്തുവന്ന കഥകളാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കും. ആ ഗവർണറാക്കിയാൽ പിന്നീട് ജയരാജൻ ഒരു കാരണവശാലും കണ്ണൂർ പോയി നിൽക്കേണ്ട, മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നാൽ മതി. ഇനി കണ്ണൂരിലേക്ക് തിരിച്ചു വന്നാലും ഏതാണ്ട് ഒരു ഗവർണർക്ക് കിട്ടുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം. അപ്പോൾ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് EP ജയരാജൻ കളിച്ചു വളർന്ന പാർട്ടി സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ EP ജയരാജൻ എങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാം, എങ്ങനെ തന്നെ പ്രതിരോധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ രീതിയിലൊക്കെ കൃത്യമായി കളിക്കാൻ EP ജയരാജൻ അറിയാം. അപ്പം പറയുകയാണ്, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP-യുടെ സംഘടനാ സംവിധാനം പറയുന്നു, നിങ്ങൾക്ക് എല്ലാവിധ സെക്യൂരിറ്റി ഞങ്ങൾ തരും, ഒരു പ്രശ്നമില്ല, ഒരു ഗവർണർക്ക് കിട്ടുന്ന സുരക്ഷ എത്രയാണെന്ന് നിങ്ങൾ കരുതുന്നതിന് അപ്പുറമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സൊന്ന് ചാഞ്ചല്യപ്പെടാം. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, EP ജയരാജന് പാർട്ടിയിൽ അർഹമായ പദവികൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? പിന്നെ കുറേ വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടു, കുറേ ബിസിനസ്സിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇതിലെല്ലാം കൂടെ പെട്ടപ്പോൾ EP ജയരാജൻ മാനസികമായി തകർന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാലത്തൊന്നും EP ജയരാജനെ സംരക്ഷിച്ചില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം എല്ലാ കാലത്തും EP പിണറായിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിണറായിക്ക് വേണ്ടി വാക്കുകളൊക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നേതാവായിരുന്നു. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ EP-യെ പിണറായി കൈവിട്ടു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. പിണറായിക്ക് വേണ്ടി
ഫ്ലൈറ്റ് യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചാളാ. അതെ, അങ്ങനെ ഒരു ഫ്ലൈറ്റിനെ പോലും ബഹിഷ്കരിച്ച ഇ.പി. ജയരാജൻ അങ്ങനെ തൻ്റെ കൺവീനർ സ്ഥാനം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വലിയ ചർച്ചാ വിഷയമായി. പി ജയരാജന് കൊടുത്ത പോലെ ഏതെങ്കിലും ഒരു ഖാദി ബോർഡ് പോലെ ഏതെങ്കിലും ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഒതുക്കാനുള്ള പരിപാടിയായിരിക്കാം ഒരുപക്ഷെ പി ജയരാജൻ BJP-യിലേക്ക് പോകുന്നത് എന്ത് വന്നാലും കേരളം മൊത്തം അത് ബാധിക്കും. ഈ സുരക്ഷയുടെ കാര്യം പറഞ്ഞു, കണ്ണൂർ രാഷ്ട്രീയമൊക്കെ മാറിക്കഴിഞ്ഞു. കണ്ണൂർ ഇപ്പം കോൺഗ്രസ്സുകാരും BJP-ക്കാരും CPM-മാരും ഒരേപോലെ പ്രബലമായി. ചില മേഖലകളിലെ ഈ പ്രശ്നങ്ങൾ കണ്ണൂർ രാഷ്ട്രീയം ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇ.പി. ജയരാജനെ കൈവിട്ട് കളയാൻ CPM തയ്യാറാകില്ല പൂർണ്ണമായി. പക്ഷേ ഈ പറയപ്പെടുന്ന കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെടും എന്ന് തന്നെയാണ്. ഇപ്പം ഈ രോഹിത് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ഈ പത്മജ നിവൃത്തിയില്ലാതെ BJP ചേർന്നു എന്ന് പറയുന്ന പോലെ നാളെ CPM-കാരും ബാക്കിയുള്ളവരും എല്ലാവരും പറയുകയാണ് ഇ.പി. ജയരാജൻ BJP പോയി എന്ന് പറഞ്ഞ് പ്രഷർ ചെലുത്തി അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാഴിയില്ല. പക്ഷേ എന്തായാലും എടുപിടിയുന്ന ഒരു തീരുമാനം ഉണ്ടാകില്ല. അദ്ദേഹം ഞാൻ ഈ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്നു, ഇനി ഞാൻ പാർട്ടിയുടെ ഗ്രാമീണ മേഖല അല്ലെങ്കിൽ എൻ്റെ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും ഇടപെടുക, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ സുധാകരൻ്റെയൊക്കെ നിലപാട് നമുക്കറിയാമല്ലോ. എന്ന് പറയുന്നത് പോലെ ഒരു താൽക്കാലികമായൊരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു മാറ്റി നിർത്തലിന് അദ്ദേഹം തയ്യാറാകുന്നു. ഇന്നലെ നടന്ന യോഗത്തിൽ കൃത്യമായി ഇ.പി. ജയരാജന് ഇത് സംബന്ധിച്ചുള്ള ഒരു മെസ്സേജ് പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം കൂടിയുണ്ട്, എന്തായാലും BJP ഒരു മൂവ് നടത്തിയാൽ അധികം വെച്ച് താമസിപ്പിക്കില്ല. കാരണം പാലക്കാട് ബൈ ഇലക്ഷനെ അവർ സ്വാധീനിക്കപ്പെട്ട മുന്നിൽ കാണുന്നുണ്ട്. 3860 കോടിയുടെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെ നേതാക്കന്മാരെ കൊണ്ടുപോകാൻ പറ്റൂ അത് മുഴുവൻ BJP റാഞ്ചും. BJP തിരുവനന്തപുരത്ത് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, അത് നിറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ എന്തായാലും MV ഗോവിന്ദൻ വിശദീകരിക്കുമല്ലോ, അതുവരെ നമുക്ക് കാത്തിരിക്കാം.